വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ മാർട്ടിൻ. നമ്മൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബാങ്കിൻ്റെ ATM കാർഡിൻ്റെ 4 അക്ക പിൻ നമ്പർ അഥവാ ആ ATM കാർഡിൻ്റെ പിന്ന്. അപ്പോൾ അത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും അതിനൊരു സെക്യൂരിറ്റി ഇഷ്യൂ വന്നു. അപ്പോൾ അതുകൊണ്ട് ആ പിന്ന് മാറ്റണമെന്നിരിക്കട്ടെ, അത് ഇന്ത്യ ഒന്നിൻ്റെ ATMൽ ചെന്നിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ആ പിന്ന് മാറ്റിയിട്ട് പുതിയൊരു പിന്ന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. ഇത്തരത്തിൽ നമ്മൾ പിന്ന് മാറ്റണമെങ്കിൽ ഒരു കാര്യം നിർബന്ധമായും നമുക്ക് ആവശ്യമാണ്. അത് മറ്റൊന്നുമല്ല, നമ്മൾ ആ മാറ്റാൻ പോകുന്ന ATM കാർഡിൻ്റെ നിലവിലുള്ള പിന്ന് നമുക്ക് ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. അത് മറന്നുപോയിട്ടാണെങ്കിൽ ഈ രീതിയിൽ സാധിക്കില്ല. കാരണം ആ നിലവിലുള്ള പിന്ന് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ മറ്റൊരു പുതിയ പിന്ന് ഇന്ത്യ ഒന്നിൻ്റെ ATMലൂടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഇന്ത്യ ഒൺ ATMൽ നിന്ന് ലഭിക്കുന്ന എല്ലാ സേവനങ്ങളെക്കുറിച്ചുള്ള വീഡിയോകൾ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളുടെ പ്ലേലിസ്റ്റ് ഈ വീഡിയോയുടെ അവസാന സ്ക്രീനിൽ വരുന്നതാണ്. അതേപോലെ ഇവിടെ വരുന്ന ഐ ബട്ടണുകളിലും ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ഇവയിൽ പ്രസ് ചെയ്ത് വളരെ യൂസ്ഫുള്ളായ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ മറക്കരുത്. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകളൊക്കെ വളരെ പെട്ടെന്ന് യൂട്യൂബിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എങ്കിലൊക്കെ നിലവിലുള്ള പിന്ന് എങ്ങനെയാണ് മാറ്റുന്നത് എന്നറിയാനായിട്ട് നമുക്ക് നേരെ ഇന്ത്യ ഒൺ ATMലേക്ക് പോകാം. ഇത് ഇന്ത്യ ഒന്നിൻ്റെ പുതിയൊരു ATM ആണ്. ഇതുകൂടാതെ ഇന്ത്യ ഒന്നിന് വേറൊരു മോഡൽ ATMും ഉണ്ട്. രണ്ട് ATMകളിലും വരുന്ന ഓപ്ഷനുകളൊക്കെ ഒന്ന് തന്നെയാണ്. മെഷീനിൻ്റെ ചില ഭാഗങ്ങളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇത് ടച്ച് സ്ക്രീനാണ്. ചില ഇന്ത്യ ഒൺ ATMകൾക്ക് ബട്ടണും സൈഡിൽ കാണാം. അതിൽ പ്രസ് ചെയ്തുകൊണ്ട് ഓപ്ഷനെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിൽ സ്ക്രീനിൽ വരുന്ന ഓപ്ഷനുകളെ ടച്ച് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം. ആദ്യം എൻ്റെ ATM കാർഡ് മെഷീനിലേക്ക് ഞാൻ ഇൻസർട്ട് ചെയ്യുകയാണ്. എൻ്റെ SBIയുടെ ATM കാർഡാണ് ഞാൻ ഇതിൽ ഇൻസർട്ട് ചെയ്യുന്നത് കേട്ടോ. ഏത് ബാങ്കിൻ്റെ ATM കാർഡ് നമുക്ക് ഇതിൽ ഇൻസർട്ട് ചെയ്തുകൊണ്ട് പിൻ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇൻസർട്ട് ചെയ്ത ശേഷം പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ കാർഡ് അവിടെ ലോക്കായിട്ടുണ്ട്. ഇപ്പോൾ സ്ക്രീനിൽ പ്ലീസ് വെയിറ്റ് എന്ന് കാണിക്കുന്നു. അടുത്തതായിട്ട് ഇവിടെ ഭാഷ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം തുടങ്ങിയ 3 ഓപ്ഷനുകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഏറ്റവും മുകളിലത്തെ ആ ഇംഗ്ലീഷ് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ സ്ക്രീനിൽ 6 ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. അതിൽ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ ഏറ്റവും താഴെ പിൻ ചേഞ്ച് എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. അതിലാണ് നമ്മൾ പ്രസ് ചെയ്ത് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആ ഓപ്ഷനെ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ സ്ക്രീനിൽ ഞാൻ ഇൻസർട്ട് ചെയ്തിരിക്കുന്ന ATM കാർഡിന്റെ പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ SBI ATM കാർഡിന്റെ നിലവിൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പിന്ന് ഇതിന്റെ കീപാഡിൽ ക്രമം തെറ്റാതെ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനിലെ കൺഫേം എന്ന ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ അത് സെലക്ട് ചെയ്തതും തന്നെ സ്ക്രീനിൽ എൻ്റർ ന്യൂ പിൻ എന്ന് കാണിച്ചിരിക്കുന്നു. ഇനിയാണ് നമ്മൾക്ക് ഇഷ്ടമുള്ള 4 അക്കങ്ങൾ വരുന്ന പുതിയൊരു പിന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പുതിയൊരു പിന്ന് മെഷീനിൻ്റെ കീപാഡിൽ ടൈപ്പ് ചെയ്യാം. അപ്പോൾ എൻ്റെ SBIയുടെ ATM കാർഡിന് ഞാൻ പുതിയൊരു 4 അക്കങ്ങൾ വരുന്ന പിന്ന് ഇവിടെ മെഷീനിൻ്റെ കീപാഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ക്രീനിൽ കാണുന്ന എൻ്റർ എന്ന ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. അപ്പോൾ അത് സെലക്ട് ചെയ്തപ്പോൾ സ്ക്രീനിൽ കൺഫേം ന്യൂ പിൻ എന്ന് കാണിച്ചിരിക്കുന്നു. അതായത് നമ്മൾ ഇപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത ആ പുതിയ പിൻ ഉണ്ടല്ലോ, അത് വീണ്ടും ക്രമം തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് കാണിച്ചിരിക്കുന്നത്. അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളത്. അപ്പൊ ഞാൻ ഇപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത ആ പിന്ന് തന്നെ വീണ്ടും ഇവിടെ ക്രമം തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മൾ വീണ്ടും ആ എൻ്റർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അപ്പൊ ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ ട്രാൻസാക്ഷൻ ഇൻ പ്രോഗ്രസ്, പ്ലീസ് വെയിറ്റ് എന്ന് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നു. ഇപ്പൊ സ്ക്രീനിൽ പിൻ ചേഞ്ച് സക്സസ്ഫുൾ, എൻറോൾ ഫോർ എക്സൈറ്റിംഗ് ഓഫേഴ്സ് എന്ന് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നു. അപ്പൊ ഇന്ത്യ ഒന്നിന്റെ ATMൽ നമ്മൾ ഏതൊരു ട്രാൻസാക്ഷൻ നടത്തുമ്പോഴും അവര് നമുക്കൊരു ചെറിയൊരു ക്യാഷ് ബാക്ക് ഓഫർ നൽകുന്നുണ്ട്. അപ്പൊ അതാണ് ഇവിടെ സ്ക്രീനിൽ ചോദിച്ചിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തമ്പനയിലും ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ കൊടുക്കാം. അതിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്കത് മനസ്സിലാക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇവിടെ ഓഫറൊന്നും സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ യെസ്, നോ തുടങ്ങിയ 2 ഓപ്ഷനുകൾ ഉണ്ടല്ലോ. അപ്പോൾ ഓഫർ വേണമെന്നാണെങ്കിൽ യെസ്സിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകാം. അപ്പം ഞാനതിപ്പോൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ആ നോ എന്ന ബട്ടൺ പ്രസ് ചെയ്യുന്നു. അപ്പോൾ അത് പ്രസ് ചെയ്തതും തന്നെ ഇതാ മെഷീനിൻ്റെ ഈ ഭാഗത്ത് കൂടെ ഞാനിപ്പോൾ ചെയ്ത ആ ട്രാൻസാക്ഷൻ്റെ റെസിപ്റ്റ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അത് ഞാൻ സ്വീകരിക്കുന്നു. ഇപ്പോൾ പ്ലീസ് കളക്ട് യുവർ കാർഡ് എന്ന് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നു. അപ്പോൾ എൻ്റെ ATM കാർഡ് ഞാൻ മെഷീനിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ATM കാർഡിന്റെ നിലവിലുള്ള പിന്ന് നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ ആ പിന്ന് മാറ്റി ഇതേപോലെ പുതിയൊരു പിന്ന് നമുക്ക് ഇന്ത്യ ഒൺ ATMൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു, വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസ്സിൽ നിന്ന് ബൈ.